വീണ്ടും ഒരു ഓണക്കാലം കൂടി വരവായി. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്. ഇത് വെറുമൊരു സിനിമ മാത്രമല്ല, ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളുടെയും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ചില ജീവിത പാഠങ്ങൾ കൂടിയുണ്ട്. സിനിമയിൽ അവരുടെ ബിസിനസ്സിലുണ്ടായ ചെറിയൊരു മാറ്റങ്ങളാണ് പെട്ടെന്ന് അവരെ ഒരു ദിവസത്തെ ചെലവ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാണ്ടായത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മിനിമം 6 മന്തിന്റെ ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ഓരോരുത്തരും കരുതേണ്ടതുണ്ട്. എല്ലാ കുടുംബങ്ങളിലും അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗൃഹനാഥനായിരിക്കും. ഇതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അവരുടെ നോമിനിക്ക് അവരെ പാർട്ട്ണർക്ക് ക്ലിയർ ആയിട്ടുണ്ടായില്ല. പ്രത്യേകിച്ച് നോക്കുന്ന സമയത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ട് പോലുള്ള വിവരങ്ങൾ, ഇൻഷുറൻസ് പോലെയുള്ള ടേം ഇൻഷുറൻസ്, പലതരം ഇൻഷുറൻസുകൾ, ഇൻവെസ്റ്റ്മെന്റുകൾ വ്യക്തമായിട്ടുള്ള ധാരണയെങ്കിലും അവരുടെ കുടുംബത്തിലെ പാർട്ട്ണർമാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്നാമതായി സ്വയം കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ തന്നെ നിവിൻ പോളി അഭിനയിച്ച ജെറി എന്ന കഥാപാത്രം എത്രമാത്രം പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് അവരുടെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു കുതിപ്പിൽ അവസാനം ആ ഒരു വിജയത്തിലേക്ക് എത്തിയത്. അതേപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. നിങ്ങളുടെ പോർട്ട്ഫോളിയോ സ്ക്രീനിൽ കാണുന്ന വെറും ഒരു നമ്പറല്ല, അത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തിന്റെ ഒരു കഥ കൂടിയാണ്, നിങ്ങളുടെ തിരിച്ചുവരവിന്റെ കഥ കൂടിയാണ്. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു സിനിമ മാത്രമല്ല, അത് സാമ്പത്തിക ലക്ഷ്യങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു കണ്ണാടി കൂടിയാണ്. ഏതൊരു ഘട്ടത്തിലും ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ നിന്നും ഏത് തിരിച്ചടികളും പതറാതെ മുന്നോട്ട് പോകേണ്ട ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ഹാപ്പി ഓണം, ഹാപ്പി ഇൻവെസ്റ്റ്മെന്റ്.